നമസ്കാരം. യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. LDF കൺവീനർ EP ജയരാജനെതിരെ സാമ്പത്തിക ആരോപണവുമായി CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ രംഗത്ത്. EP ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അന്വേഷണം വേണമെന്നും P ജയരാജൻ പറഞ്ഞു. ആരോപണം നിഷേധിച്ച് EP ജയരാജൻ. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ചൈന ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി. ചൈനയിൽ കോവിഡ് പ്രതിസന്ധി അതീവ ഗുരുതരമാണ്. ഒറ്റ ദിവസം കൊണ്ട് 37 ദശലക്ഷത്തിനടുത്ത ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് വ്യാപനമാണ് നിലവിൽ ചൈനയിൽ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും വിവാദത്തിൽ കുരുങ്ങി CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത അഭിജിത്തിന് SFI നേതാവാക്കാൻ പ്രായം കുറച്ചു പറയാൻ നിർദ്ദേശിച്ചത് ആനാവൂർ ആണെന്ന് ആരോപണം ശക്തം. ആരോപണം നിഷേധിച്ച് ആനാവൂർ നാഗപ്പൻ രംഗത്ത്. ശബ്ദരേഖ അഭിജിത്തിനോട് തന്നെ ചോദിക്കണമെന്നും ആനാവൂർ പറഞ്ഞു. അറിവിന്റെ നിറവുമായി 90ാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവം. ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടലക്ഷ്യങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിലായി 13 സമ്മേളനങ്ങളാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ഒപ്പം കലാ സാംസ്കാരിക പരിപാടികളും ഓരോ രംഗത്തെയും പ്രമുഖരും അതിഥികളായെത്തും. സീറോ മലബാർ സഭയിലെ കുർബാനയെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലെ അൾത്താരയിൽ കയറിയ പ്രതിഷേധക്കാർ ബലിപീഠം തള്ളിമാറ്റി വൈദികരെ കയ്യേറ്റം ചെയ്തു. തുടർന്ന് പോലീസ് എത്തിയാണ് പള്ളിക്കുള്ളിൽ നിന്ന് പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ 8 പേർ മരിച്ചു. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളി കമ്പം ദേശീയപാതയിൽ തമിഴ്നാട് അതിർത്തിയിൽ ലോവർ ക്യാമ്പ് ഇറക്കത്തിലാണ് അപകടം ഉണ്ടായത്. ഭാരത് ജോഡോ യാത്ര ഡൽഹിയിൽ. BJPയുടെയും RSSന്റെയും വെറുപ്പിന്റെ കമ്പോളത്തിൽ കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പദയാത്ര ഇന്ന് രാവിലെ ഡൽഹിയിൽ പ്രവേശിച്ചു. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, കുമാരി സെൽജ, രൺദീപ് എന്നീ നേതാക്കൾ രാഹുലിനൊപ്പമുണ്ടായിരുന്നു. കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ യാത്രയ്ക്കൊപ്പമുണ്ട്. യാത്ര വൈകിട്ട് ചെങ്കോട്ടയിൽ സമാപിക്കും. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 8 ലക്ഷം രൂപ വിലമതിക്കുന്ന 2 സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് കസ്റ്റംസ് പിടികൂടിയത്. സിംഗപ്പൂരിൽ നിന്ന് ട്രിച്ചി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിലെ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദിവ്യ നായർ വെബ്കോയിലും ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പത്തനംതിട്ട കുന്നന്താനം സ്വദേശിയായ യുവതിയിൽ നിന്ന് 3 ലക്ഷം രൂപയാണ് ദിവ്യ നായർ വാങ്ങിയത്. നാളെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. വർഗീയ ശക്തികൾ നാടിന്റെ ഐക്യത്തിന് വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഈ കാലത്ത് യേശുക്രിസ്തുവിന്റെ മനുഷ്യസ്നേഹം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. യോഗനാഥൻ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.